സദ്വേഷണം. ഇന്ന് ഗുരുവാണി, അതായത് അമൃതാചാര്യയുടെ ഭക്തരായ ശിഷ്യരായ അമൃതാചാര്യനെ ഗുരുവായിട്ട് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വാഴ്ത്തിപ്പാടുന്ന ശ്രീകുട്ടിയുടെയും ശ്രീമതി ആൻ്റിയുടെയും ഒരു കാര്യം, എങ്ങനെയാണ് ഗുരുവാണികളെ വളച്ചൊടിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം കേൾപ്പിക്കാം. ആദ്യം അവരുടെ ആ വോയിസ് ഒന്ന് കേൾക്കാം. അത് കേട്ടിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. സദ്ഗുരു ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീ, ഇപ്പോ നമ്മുടെ ഗുരുവിന്റെ ഒരു ഓഡിയോ ഇപ്പൊ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോ ആ ഒരു പറയുന്ന ആൾക്കാർ ഇതിങ്ങനെ വളരെയധികം പ്രചരിപ്പിക്കുന്നു. അപ്പം അതിൽ എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഗുരു പണ്ട് നമ്മുടെ ആശ്രമത്തിന്റെ ഒരു ഭരണ സംവിധാനം എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഗുരു അന്നത്തെ ഭരണസമിതി അംഗങ്ങളുമായിട്ട് നടത്തുന്ന ഒരു ചർച്ചയാണ്. അപ്പം അതിൽ പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഗുരു ഒരു 4 പേര് ചേർന്ന് ഒന്ന് ഭരിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ആ 4 പേരെ എങ്ങനെ തെരഞ്ഞെടുക്കണമെന്നും അവർക്ക് എങ്ങനെയായിരിക്കണം അവർ ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ ഗുരു അതിനകത്ത് പറയുന്നു. അപ്പോൾ ഒരാൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഈ 4 പേർക്കും ഒരേ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഒരാൾ ചിലപ്പോൾ മാറി പറയാൻ സാധ്യതയുണ്ടല്ലോ. ഗുരു പറഞ്ഞു അങ്ങനെ പാടില്ല, ഒറ്റക്കെട്ടായിരിക്കണം. അങ്ങനെ അത് ചോദിച്ചു വരുമ്പോൾ ഗുരു പറയുന്നു, അതിന് ഗുരു ഉണ്ടല്ലോ, അപ്പോൾ ഗുരു ഉണ്ട്, അപ്പോൾ ഗുരു പറയുന്നത് പോലെ ഇവർ ചെയ്താൽ മതി എന്ന് വ്യക്തമായിട്ട് ഗുരു അതിനകത്ത് പറയുന്നുണ്ട്. ഇനി യഥാർത്ഥത്തിൽ ഗുരു പറഞ്ഞ ഗുരുവാണി ശ്രവിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ, അതിൽ പേജ് നമ്പർ സഹിതം, അതായത് നമ്മുടെ ചാനലിലെ എത്രാമത്തെ ഗുരുവാണിയാണെന്നും, ഇത് ഗുരുവാണി ഭാഗം 1 കണ്ടില്ലേ, ഗുരുവാണി ഭാഗം 1, അതുപോലെ തന്നെ ഗുരുവാണി ഭാഗം 2, അങ്ങനെ നമ്മൾ ഗുരുവാണി ഭാഗം 2 വരെ ഇറക്കിയിട്ടുണ്ട്. ഇനിയും ഇറങ്ങും. അപ്പോൾ അതിൽ ഗുരു പറഞ്ഞിരിക്കുന്നത്, ഈ പറഞ്ഞ ഭാഗത്തിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാം, കേൾക്കാം. അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അടുത്ത ബോർഡ് മീറ്റിംഗിൽ പറയണം. തെരഞ്ഞെടുക്കുന്ന ബോർഡുണ്ടല്ലോ, മീറ്റിംഗിൽ പറഞ്ഞിട്ട് ഈ തീരുമാനം എടുത്തിട്ട് പിന്നെ ഗൃഹസ്ഥാശ്രമ ശിഷ്യന്മാരുണ്ടല്ലോ അവരെ വിളിച്ചു വരുന്നു. പേര് 4 പേരെ വിളിക്കും. അവര് എന്നും ഇത് ഒന്നില്ല, ഈ ഗൃഹസ്ഥാശ്രമികളും പോകും, ഇവരും പോകും, 2 കൂട്ടരും പോകും. കേട്ടില്ലേ ഗുരു പറഞ്ഞിരിക്കുന്ന കാര്യം? യഥാർത്ഥത്തിൽ ഗുരുവാണികളെ ഇവർ ഭയക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലുള്ള കാര്യങ്ങൾ ഇവർക്ക് വളച്ചൊടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നിജസ്ഥിതി ഗുരുവിൻ്റെ വോയിസ് തന്നെയാണ് കേൾക്കുന്നത്. മനസ്സിലായ? അതുകൊണ്ടാണ് ഇവർ ഗുരുവാണികളെയൊക്കെ വളച്ചൊടിക്കുകയും ഗുരുവാണിയൊക്കെ നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ രഹസ്യം. മനസ്സിലായി? അപ്പോൾ അടുത്ത വീഡിയോ കാണാം. സബ്ദ്വേഷം.